നല്ല രീതിയിൽ നമുക്ക് സംസാരത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സമയത്തിനനുസരിച്ചുള്ള കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് പഠിക്കാം. പൊതുവേ നമ്മൾ സംസാരിക്കുന്നതാണ് ഇന്ന്, ഇന്നലെ, നാളെ, മെഞ്ഞാന്ന്, ആ ഒരു രീതിയിലായിട്ടുള്ള കുറെ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിന്റെയൊക്കെ ഇംഗ്ലീഷ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ട് ടുഡേ എന്നാണ് പറയുക. ടുഡേ എന്ന് പറയുമ്പോൾ ഇന്ന് എന്നുള്ള അർത്ഥമാണ് ലഭിക്കുന്നത്. നാളെ എന്ന് പറയുമ്പോൾ ടുമോറോ എന്നാണ് പറയുക. ടുമോറോ എന്ന് പറയുമ്പോൾ നാളെ എന്നുള്ള അർത്ഥമാണ് ലഭിക്കുക കേട്ടോ. ഓക്കെ, ഇന്നലെ എന്ന് പറയുമ്പോൾ യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഇന്നലെ എന്നുള്ള അർത്ഥമാണ് ലഭിക്കാം. മറ്റന്നാൾ എന്നൊക്കെ പറയും. മറ്റന്നാൾ എന്ന് പറയുമ്പോൾ ഡേ ആഫ്റ്റർ ടുമോറോ. ഡേ ആഫ്റ്റർ ടുമോറോ എന്ന് പറയുമ്പോൾ മറ്റന്നാൾ എന്നാണ് പറയുക കേട്ടോ. അടുത്ത വാക്ക് നോക്കാം. മിനിഞ്ഞാന്ന് എന്ന് പറയും. മിനിഞ്ഞാന്ന് എന്ന് പറയുമ്പോൾ ഡേ ബിഫോർ യെസ്റ്റർഡേ. ഡേ ബിഫോർ യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ മിനിഞ്ഞാന്ന് എന്നുള്ള അർത്ഥമാണ് ലഭിക്കുന്നത്. അടുത്ത ദിവസം എന്ന് പറയാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഡേ എന്ന് പറയാം. നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം എന്നുള്ള അർത്ഥമാണ് ലഭിക്കാം. കഴിഞ്ഞ ദിവസം എന്ന് പറയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഡേ എന്ന് പറയാം. ലാസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞത് എന്നുള്ളതാണ് അർത്ഥം വരിക. ലാസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം എന്നാണ് അർത്ഥം ലഭിക്കുക കേട്ടോ. അടുത്ത ആഴ്ച എന്ന് പറയാൻ വേണ്ടി നെക്സ്റ്റ് വീക്ക് എന്ന് പറയാം. നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ അടുത്ത ആഴ്ച എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച എന്ന് പറയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് വീക്ക് എന്ന് പറയാം. ലാസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ, ലാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച എന്നാണ് പറയുക. അടുത്ത വർഷം എന്ന് പറയാൻ വേണ്ടി നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ അടുത്ത വർഷം എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം എന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ എന്ന് പറയുന്നത് ലാസ്റ്റ് എന്നാണ്. ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം എന്നാണ് പറയാം. കൃത്യമായിട്ട് വാക്കുകൾ പഠിക്കുക. അതുപോലെ തന്നെ ആവശ്യമനുസരിച്ച് നടന്ന സംസാരത്തിലേക്ക് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വാക്കുകളൊക്കെ നിലനിർത്താൻ പറ്റുന്നതാണ്. ഈ രീതിയിലുള്ള ഇംഗ്ലീഷ് ടിപ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.